കാര്യം സമ്മതിക്കുന്നില്ല. സംഭവം ഇതാണ്. സ്തോത്രം. പരമാർത്ഥതയ്ക്ക് വിരുദ്ധമായി അന്യദൈവങ്ങളെ അകത്തു വെച്ചുകൊണ്ട് ഉടമ്പടി ചെയ്ത അന്ന് മുതൽ സ്തോത്രം ഈ സ്ഥലത്ത് ദുഷ്ടദൈവങ്ങൾ കാവലായി മിസ്പ സ്തോത്രം അങ്ങനെ ഒരു നിലവാരത്തിൽ അങ്ങനെ ഒരു അധപ്പതിച്ച സ്ഥിതിയിൽ അവിടെ കടന്നു. കാലഘട്ടങ്ങൾ പിന്തുടരുന്നു. ഇസ്രായേലിന് അവകാശമായ ദേശത്ത് കടന്നു വന്നു. ഇങ്ങനെ നിൽക്കുമ്പോഴും പഴയ കാലത്ത് യാക്കോബ് ചെയ്ത ഉടമ്പടിയുടെ തിക്താനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ഈ മണ്ഡലം ഇങ്ങനെ അന്ധകാര ശക്തിയുടെ കാവലിൽ കിടക്കുകയാണ്. സ്തോത്രം. ഞാനിത് പറഞ്ഞു വരുമ്പോൾ ദൈവാത്മാവിൽ ഓർപ്പിക്കാം, ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, ദൈവത്തിന്റെ പാദപീഠത്തിലെ പ്രതിഷ്ഠകൾ, ഉപവാസങ്ങൾ, ഇതെല്ലാം അകത്ത് അക്ഷരീകമായിട്ടൊരു അന്യദൈവത്തിന്റെ വിഗ്രഹം പെന്തിക്കോസ്തുകാരായി നമ്മുടെ അകത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഉപവാസം തുടങ്ങുന്ന ഈ ദിവസങ്ങളിൽ ഉള്ളിൽ ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും വെച്ചുകൊണ്ടാണ് ഈ ഉപവാസത്തിന് തീരുമാനം എടുത്തിരിക്കുന്നതെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, പിന്നത്തേത് ഇത് വല്ലാത്തൊരു കെട്ടായി മാറാതിരിക്കാൻ, റാഹേലിന് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതിരിക്കാൻ, ഇരിക്കുന്നിടത്ത് എഴുന്നേൽക്കാൻ കഴിഞ്ഞിട്ടും എഴുന്നേൽക്കാൻ പറ്റാതെ മറച്ചു വെക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഭയിലെ മുഴുവൻ കുടുംബങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകരക്കാലം ഓർപ്പിക്കുകയാണ്. സ്വന്തം നീതിയല്ലാത്തൊരു തീരുമാനത്തിലേക്ക് പോകരുത്. ഈ പകരക്കാല ഉപവാസത്തിന്റെ തുടക്കത്തിൽ വെച്ച് നിൽക്കുമ്പോൾ നീ ഇരിക്കുന്ന സ്ഥലം നോക്കുക, നിന്റെ ഹൃദയം തുറന്നു നോക്കുക, നിന്റെ പാദക്കെട്ടുകൾ അഴിച്ചു നോക്കുക. ഇവിടെ വെച്ച് ദൈവമായിട്ട് തീരുമാനമെടുക്കുമ്പോൾ ഇത് യാക്കോബും സ്വന്തം ലാബാനുമുള്ള തീരുമാനമല്ല. നിന്റെ ഉപവാസം ദൈവവും നീതിയുമുള്ള തീരുമാനമാണ്. ഇതിനിടയിൽ പിശാചിനെ ക്രയം ചെയ്യാൻ ഒന്നും ഉണ്ടാകരുത്. അന്യാരാധന ശക്തികൾക്കും അന്ധകാര വ്യാപാരങ്ങൾക്കും ദുഷ്ടാത്മ മണ്ഡലങ്ങൾക്കും ക്രയം ചെയ്യാൻ എന്തെങ്കിലും വെച്ചുകൊണ്ടാണ് നീ തീരുമാനമെടുത്തിരിക്കുന്നതെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ദോഷമായി മാറിയല്ല. നിന്റെ ഏതെങ്കിലും വീക്ക്നെസ് മറച്ചു വെച്ചോണ്ടാണ് ഉപവസിക്കുന്നതെങ്കിൽ ദൈവാനോ പറയുന്നു നമുക്ക് നാളെ പ്രശ്നം ഉണ്ടായേക്കാം. ഉപവാസങ്ങളിലും പ്രാർത്ഥനകളിലും പ്രവാചകന്റെ വീടിനകത്തും വെളിപ്പാടുകാർക്കൊന്നും വെളിപ്പെടാതെ കിടക്കുന്ന നിരവധി വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം ഞാൻ ഈ ദൂതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഇതിന്റെ ബേസ്മെന്റിൽ നിന്നുകൊണ്ട് സ്വർഗസ്ഥനായ ദൈവം അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ളവൻ, ഹൃദയങ്ങളെയും ഉൾപ്പുകളെയും ആരായാൻ കഴിയുന്നവൻ, നിന്റെ ചാക്കുകെട്ട് അടിക്കാതെ അതിനകത്ത് എന്തുണ്ടെന്ന് അറിയാൻ കഴിയുന്നവൻ നമ്മുടെ ദൈവം ലാബാനല്ല നോക്കണം. നിന്റെ കെട്ടുകൾ അടിക്കാതെ നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്തെന്നറിയാൻ കഴിയുള്ള മഹാദൈവത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഉപവാസം ഒരു തീരുമാനമാണ്, ഉപവാസം ഒരു പ്രതിഷ്ഠയാണ്, ഉപവാസം ഒരു നിയമമാണ്. ഇതിലേക്ക് കൈ കൊടുക്കുമ്പോൾ അതിന് ഒരുങ്ങുമ്പോൾ, അതിന് തയ്യാറാകുമ്പോൾ ദൈവസന്നിധിയിൽ അഴിക്കേണ്ടതൊക്കെ അഴിച്ച് അറിയാതെയോ അറിഞ്ഞോ പറ്റിക്കൂടിയിരിക്കുന്ന ഏതെങ്കിലും ഗ്രഹബിംബങ്ങൾ, സ്തോത്രം, ഞാൻ വീണ്ടും പറയുന്നു, ഏതെങ്കിലും ദൈവങ്ങളുടെ ഫോട്ടോയോ വിഗ്രഹമോ വീട്ടിൽ നിൽക്കുന്ന കാര്യമല്ല പറയുന്നത്. ഹൃദയത്തിനകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ, സ്തോത്രം, ജഡത്തിന്റെ പ്രവൃത്തികൾ, ഇതെല്ലാം അകത്ത് വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നാളെ നമുക്ക് ദോഷത്തിന് കാരണമായേക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഈ പ്രാർത്ഥനയുടെ ആരംഭ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ തടുത്തു നിർത്തിയിട്ട് പറയുന്നു, ചാക്കുകെട്ടുകൾ അടിക്കുക, ഗ്രഹബിംബങ്ങളെ മാറ്റുക, ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും വകഞ്ഞു മാറ്റിയിട്ട് മുന്നോട്ട് പോകാൻ ദൈവസഭയോട് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നിർബന്ധിക്കുമ്പോൾ എത്ര പേര് അതിന് മനസ്സ് വെച്ചിട്ട് റാഹേലിനെ പോലെ അകത്തൊന്ന് വെച്ചോണ്ട് പുറത്ത് യാക്കോബിനെ ചതിക്കരുത്. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ പറയുന്നു, ഞാൻ സഭയ്ക്ക് വേണ്ടി വാദിക്കുന്നു. നിന്നെ അകത്ത് കൈപ്പിടുന്നുണ്ട്. ഈ സഭയെ ചതിക്കരുത്. നിനക്ക് വേണ്ടി വാഴ വിളിക്കുന്ന കർത്തദാസന്മാരെ ചതിക്കരുത്. അവർ ദൈവത്തിന് വീഴുമ്പോൾ അകത്ത് സ്വന്തം ഗ്രഹബിംബങ്ങളും അകത്ത് അഴുക്കും കറയും കിടക്കുമ്പോൾ അത് വെച്ചൊരു തീരുമാനത്തിന് മനസ്സ് വെക്കരുത്. അത് ടോട്ടലി യാത്രയെ ബാധിക്കും, മൊത്തത്തിലെ യാത്രയെ ബാധിക്കും. അങ്ങനെ ബാധിക്കാതിരിക്കണമെങ്കിൽ ഇവിടെ വെച്ച് നമ്മൾ ദൈവസന്നിധാനത്തിൽ റാഹേൽ ചെയ്തതുപോലല്ല,
കർത്താവിന്റെ സന്നിധാനത്തിൽ യാക്കോബ് അറിയുന്നില്ല പാവം പരമാർത്ഥി ദൈവാരാധന കണ്ടിറങ്ങി തിരിച്ചവനാ. കർത്താവ് പറഞ്ഞിട്ടാണ് സ്തോത്രം അപ്പന്റെ വീട്ടിലേക്ക് പോകുന്നത്. 10-20 വർഷക്കാലം കഷ്ടപ്പെട്ടവനാ, മുരടിച്ചവനാ. ഈ യാത്രയെ ബന്ധിക്കാൻ സ്തോത്രം ഒരുവരുടെ ഹൃദയത്തിനകത്ത് കയറിയ ഗ്രഹബന്ധത്തെ കുറിച്ചുള്ള ആർത്തി അത് ജീവിതത്തിന്റെ യാത്രയെ തടഞ്ഞ് സ്തോത്രം നാശത്തിന്റെ വഴിയൊരുക്കി തലമുറയായി ഫെലിസ്തീന് കയറി വരാൻ ഒരു വഴിയൊരുക്കുന്ന സ്തോത്രം വഴിത്താരയായി മിസ്പയെ മാറ്റിയ മേഖലകളെ ഇന്ന് പലക്കാലം പൊളിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ അറിയാതെടുത്ത ഉള്ളിൽ പലതും വെച്ചുകൊണ്ടെടുത്ത സ്തോത്രം പുറത്തറിയാതെ രഹസ്യ മണ്ഡലത്തിൽ ചെയ്തു വെച്ച അന്യായ ബന്ധങ്ങൾ അത് പിശാചിന് കയറി വരാൻ വഴിത്താര ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പലക്കാലം അതിന്റെ പേര് മാറിയേ പറ്റൂ. നിന്റെ മിസ്പയെ എബനേസറാക്കിയേ പറ്റൂ. എങ്കിലേ ആത്മീയ ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ കഴിയുള്ളൂ. ഇതിനകത്ത് കിടന്ന് കൊഴയരുതാരും, ഇതിനകത്ത് കിടന്ന് ആരും മുരടിക്കരുത്, ഇതിനകത്ത് കിടന്ന് ആരും വലയരുത്. സ്തോത്രം ഹല്ലേലൂയ. ഇതിനകത്ത് വലയാതിരിക്കണമെങ്കിൽ ഇവിടന്നേ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടു പോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ സംഭവിച്ചു? കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണ്. അവിടെ വെച്ച് പറഞ്ഞു ഒരർത്ഥത്തിൽ ആ വീക്ക്നെസ് മറച്ചു വെച്ചുകൊണ്ട്, ഈ സംഭവം മറച്ചു വെച്ചുകൊണ്ട് യാക്കോബും ലാബാനും കൂടി ഉടമ്പടി ചെയ്തു. ഞങ്ങളുടെ കയ്യിൽ നിന്റെ അവകാശങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ദയവായി എന്റെ പുറകെ ഇനി വരരുത്. യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, നീ ഇത്ര ഉൻകാരത്തോടെ എന്റെ പുറകെ വരാൻ എന്ത് കാര്യം? ഞാൻ നിന്നെ സേവിച്ചില്ലേ? സ്വത്രം ഇത് ഞാൻ ആത്മാവിൽ പറയാം. ഇവിടെ ലാബാൻ അന്ധകാര ശക്തിക്ക് നിഴലായി നിൽക്കുന്നു. സ്വത്രം യാക്കോബ് വേർപെട്ട് അപ്പന്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് ദൈവവചന നിഴലായി നിൽക്കുന്നു. സ്വത്രം ഈ നിലവാരത്തിൽ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ അപ്പന്റെ വീട്ടിലേക്കുള്ള യാത്രാ മധ്യത്തിൽ അനാവശ്യമായി ഒന്നും കയ്യിൽ വെച്ചേക്കരുത്. നിനക്ക് ജീവനും പത്തിക്കും വേണ്ടതെല്ലാം തരാമെന്ന് പറഞ്ഞത് ദൈവമാണ്. സ്വത്രം അവന് തരുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ വേറെ ബൈപ്പാസ് ഒന്നും നോക്കരുത്, കുറുക്കു വഴികൾ നോക്കരുത്. അപ്പന്റെ വീട്ടിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ കരങ്ങൾ വെടിപ്പുള്ളതായിരിക്കണം, ഹൃദയം ശുദ്ധമായിരിക്കണം, മനസ്സ് നിർമ്മലമായിരിക്കണം. യാത്ര സഫലമാകണമെങ്കിൽ സ്തോത്രം ഇത് കയ്യിലുണ്ടെങ്കിൽ ലാബാൻ ദുഷ്ടാത്മ ശക്തികൾക്ക് നിഴലായി നിൽക്കുന്ന ലാബാൻ പിന്തുടരും. ഇടയ്ക്ക് വെച്ച് വന്നു കൃപയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നവർ പറഞ്ഞു, നിന്റെ ഒരു അവകാശം ഞങ്ങളുടെ കയ്യിലില്ല. സ്തോത്രം എന്ന് പറയുമ്പോഴും അവകാശം അകത്തിരിക്കുന്നുണ്ട്. മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്, പിശാചിന്റെ ഒരു അവകാശം ഞങ്ങളുടെ വീട്ടിലില്ലെന്ന് നീ പറയുമ്പോഴും എന്തെങ്കിലും അകത്തുണ്ടെങ്കിൽ പ്രശ്നം ഇന്നത്തേക്ക് രക്ഷപ്പെടാൻ പുറകെ ഗുരുതരമായി മാറും. സ്തോത്രം. എനിക്കറിയാം ആദ്യത്തെ ദിവസമൊക്കെ യോഗം കയറി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്തോത്രം ഒരുപക്ഷെ അവസാന ദിവസത്തേക്ക് ഞാൻ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ദൂത് മാറിയതേ. ഇവിടുത്തെ ആളുകളൊക്കെ തയ്യാറായി. ഇതൊരു തുടക്കത്തിന്റെ ദിവസമാണ്. സ്തോത്രം. വളരെ പ്രാർത്ഥിച്ചിട്ടും നിങ്ങളുടെ മുഖത്ത് നോക്കി നല്ല ദൂത് പറയാൻ എന്റെ കയ്യിൽ കിടക്കുന്നുണ്ട്. പക്ഷേ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഈ പാസേജ തന്നത്. അതുകൊണ്ട് ദൈവം പറയുന്നു, ഇതിനകത്ത് വെച്ച് ഒരു കുറ്റപത്രം വിചാരണ ചെയ്യിച്ചിട്ട് ഇവിടെ വെച്ച് ഒരു കോടതി മുറിയായി സാക്ഷി വിസ്താരം നടത്തി വിധി പറയാൻ ആഗ്രഹിക്കുന്നത് ചില വഴികൾ അടയ്ക്കാൻ പോവുക ദൈവം. ഇന്നലകളിൽ ശത്രുവിനും നീയായിട്ട് തുറന്നു കൊടുത്ത പിശാചിന് കയറി വരാനുള്ള വഴിത്താരയായി ഉണ്ടാക്കിയിട്ട് മിസ്പയെ ഇന്ന് പലക്കാലം എന്റെ ദൈവത്തിന്റെ അഭിഷേകത്താൽ ഈ പ്രാർത്ഥനാ മധ്യത്തിൽ വെച്ച് മിസ്പയെ അടച്ചിട്ട് എബനേസറിനെ തുറക്കാൻ പോകുക ദൈവം. അതുകൊണ്ട് സഭയോട് ശക്തമായി പറയുന്നു, പ്രാർത്ഥിച്ചിട്ടും മാറാത്ത, ഉപവസിച്ചിട്ടും മാറാത്ത ഉപവാസങ്ങളുടെ മധ്യത്തിൽ ഇത് കഴിയുമ്പോൾ ദുഷ്ടൻ കയറി വരുന്ന വഴികളാ മേഖല ഇന്ന് പകൽക്കാലം തുറക്കാനിടയാകണം. മുന്നോട്ട് പോയി അപ്പന്റെ വീട്ടിലേക്ക് പോകാൻ ബേത്ലഹേമിലേക്ക് ഉള്ള യാത്രയിലാണ്. 35-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ഉടമ്പടി ചെയ്തു. ലാബാൻ തിരിച്ചുപോയി. അങ്ങനെ മിസ്പയ്ക്ക് ഈ പേരിട്ടത് ഇവർ രണ്ടുപേരും കൂടെയാണ്. അകൃത്യത്തിന്റെ അനീതിയുടെ ഉടമ്പടിയാണ്, സത്യസന്ധതയുടെ ഉടമ്പടിയല്ല. അവിടെ ദുഷ്ടദൈവങ്ങളെ കാവൽ നിർത്തി, അന്ധകാര ശക്തികൾ ആവഹിച്ച് ലാബാൻ അവിടെ പിടിച്ചു നിർത്തി. സ്വത്രം ഇത് തിരികെ കിട്ടുകൊണ്ടതിന് പരിഹാരം വരുമ്പോഴും കാവൽമാനമായി കാവൽ നിൽക്കുന്ന സ്ഥലമായി ആ സ്ഥലത്തെ പ്രതിഷ്ഠിച്ചു. അങ്ങനെ അവിടെ നിന്ന് യാത്രയായി മിസ്പ അവിടെ കടന്നു. റാഹേൽ യാത്ര തിരിച്ചു. സ്തോത്രം. 35-ാം അധ്യായത്തിലേക്ക് വരണം. 35-ാം അധ്യായത്തിലേക്ക്. സ്തോത്രം. 35-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ അവർ ബേഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ട എഫ്രാത്തയിലെത്തുവാൻ അല്പം ദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിന വേദന ഉണ്ടായി. അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിന വേദനയായിരിക്കുമ്പോൾ സൂതികർമ്മണി അവളോട് ഭയപ്പെടേണ്ട,
ഇതും ഒരു മകനായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു. അവന്റെ അപ്പനോ അവന് ബെന്യാമിൻ എന്ന് പേരിട്ടു. റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ത്ലേഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. സ്തോത്രം കേൾക്കുക. ബേത്ത്ലേഹേമിലേക്ക് ഈ അപ്പന്റെ സ്തോത്രം വീട്ടിലേക്കുള്ള യാത്രയിലാണ് റാഹേലിന് ഈ യാത്ര പൂർത്തിയാക്കാൻ പറ്റിയില്ല. പോകുന്ന വഴിയിൽ ഡെസ്റ്റിനിയിൽ നിർണയിക്കപ്പെട്ട സ്ഥലത്ത് എത്തുന്നതിനേക്കാൾ മുമ്പ്, സമയം തികയുന്നതിനേക്കാൾ മുമ്പ് പ്രസവത്തിങ്കൽ ഇവൾ മരിച്ചു. സ്തോത്രം. ബേത്ത്ലേഹേമിൽ എത്തുന്നതിനേക്കാൾ തൊട്ടു മുമ്പ്, എഫ്രാത്ത് എന്ന് പറയുന്ന ബേത്ത്ലേഹേമിലേക്ക് എത്തുന്നതിനേക്കാൾ തൊട്ടു മുമ്പ് ബെന്യാമീനെ പ്രസവിക്കുന്ന സമയത്ത് റാഹേൽ മരിക്കുകയാണ്. ഈ മരണസമയം, ഈ സംഭവം പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവ് പ്രവചനാത്മാവിൽ കാണുന്ന രംഗം യിരെമ്യാവിന്റെ പ്രവചനത്തിൽ കിടക്കുന്നുണ്ട്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 15-16 വാക്യങ്ങൾ വായിച്ചാൽ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യും, റാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. റാഹേൽ തന്റെ മക്കളെ കുറിച്ച് കരയുന്നു. അവരില്ലായെങ്കിൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല. അടുത്തത് യഹോവ അവളോട് അരുളി ചെയ്യുകയാണ്. എന്താ അരുളി ചെയ്യുന്നത്? കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. നിന്റെ പ്രവൃത്തിക്ക് മതി. സ്തോത്രം. ശ്രദ്ധിക്കൂ. 35-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗത്തെ പ്രവചനത്തിന്റെ മണ്ഡലത്തിൽ യിരെമ്യാവ് വർഷങ്ങൾക്ക് ശേഷം കാണുന്നതാണ് യിരെമ്യാവിൽ കണ്ടിരിക്കുന്നത്. ഒരു സംഭവത്തെ, ഒരു ചരിത്രത്തെ ചരിത്രമായി എഴുതുമ്പോൾ, സ്തോത്രം, ഒരു സംഭവത്തെ ചരിത്രമായി എഴുതുമ്പോൾ അതിന്റെ അക്ഷരികമായിരിക്കുന്ന ആ കാലഗതിയിൽ നടന്ന സംഭവത്തെ കുറിച്ച് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്നാൽ അതിന്റെ വെളിപ്പാടിലും പ്രവചനത്തിലും എഴുതുമ്പോൾ അതിന്റെ റൂട്ടുകൾ, കാലഗതികൾ, അതിന്റെ പശ്ചാത്തലങ്ങളൊക്കെ ആത്മീക വെളിപ്പാടിൽ കാണാൻ പറ്റും. ഒരു സംഭവത്തെ, സ്തോത്രം, സപ്പോസ് നമ്മുടെ മോനെ സ്കൂളിൽ വിടുന്നു, അവൻ എത്ര ഉറക്കാണിച്ച് പഠിച്ചിട്ടും പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നില്ല. സ്തോത്രം. ഏറ്റവും ടോപ്പ് സ്കോറിൽ വന്ന ആള് 8-ലെത്തിയപ്പോൾ 9-ലെത്തിയപ്പോൾ ഒത്തിരി പുറകോട്ട് പോകുന്നു. സംഗതി പഠിക്കാത്ത വിഷയം പറയാം. പുറമെ നോക്കുമ്പോൾ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. എന്നാൽ ആത്മീകമായിട്ട് ആ വിഷയത്തെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് പഠിക്കാത്തത്, എവിടെയാണ് പ്രശ്നം വന്നത്, എവിടെയാണ് പ്രതിസന്ധി കിടക്കുന്നത്, ദുഷ്ടന്റെ ശക്തി എവിടെയാണ് വ്യാപരിക്കുന്നത്, ഇതെല്ലാം ആത്മീക വെളിപ്പാടിൽ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നു. സ്തോത്രം. വീട് പണിയാൻ ആരംഭിക്കുന്നു, പകുതി വരെ പണിയാക്കിയിട്ടിരിക്കുന്നു, പിന്നെ മുന്നോട്ട് പണിയാനേ പറ്റുന്നില്ല. എന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ സ്തോത്രം, കാശിൽ നിന്നോ മെറ്റീരിയൽസ് കിട്ടാനൊക്കെ പുറമെ ഉള്ള കാര്യം കണ്ടേക്കാം. പക്ഷേ സംഗതി പ്ലാനുകളും പദ്ധതികളും കയ്യിൽ ഇരുന്നിട്ട് പണി നടക്കാത്തതിന്റെ പുറകിലെ റൂട്ടുകൾ കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ വെളിപ്പാടുകളിലേക്ക് പ്രവേശിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രസവത്തോടുള്ള ബന്ധത്തിൽ ബെന്യാമീനെ പ്രസവിക്കുമ്പോൾ, റാഹേൽ മരിക്കുന്ന കാര്യം എഴുതിയിരിക്കുമ്പോൾ, പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവ് വർഷങ്ങൾക്ക് ശേഷം ആ മരണവിവരം ഒന്ന് പ്രവചനാത്മാവിൽ എഴുതിയിരിക്കുന്നതാണ് യിരെമ്യാവ് 31-ൽ കണ്ടത്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ അനാവശ്യമായ നിഗമനങ്ങളെ അകത്ത് വെച്ചുകൊണ്ട് നിത്യപിതാവിന്റെ അടുക്കലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതിന് തുല്യമാണ് ഈ പശ്ചാത്തലം. ഞാൻ വിശ്വാസികൾക്ക് വേണ്ടി പറയാം, സ്വർഗസ്ഥനായ ദൈവത്തിന്റെ അപ്പന്റെ വീട്ടിലേക്കുള്ള യാത്രയാണ് ആത്മീക യാത്ര. മനസ്സിലായ സ്തോത്രം. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കോ സ്വർഗീയ നന്മകൾ ഈ ഭൂമിയിൽ വെച്ച് അനുഭവിച്ച് തീർത്തിട്ട് എവിടെയെങ്കിലും വെച്ച് കഥാവശേഷനാകാൻ വേണ്ടിയിട്ടുള്ള യാത്രക്കല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്, നമ്മൾ സ്നാനപ്പെട്ടത്. അക്ഷരികമായ യാത്രയുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് അപ്പന്റെ ഭവനമാണ്, പിതാവിന്റെ ഭവനത്തിലേക്കുള്ള യാത്രയാണ്. അവിടേക്കുള്ള യാത്രയിൽ നമ്മുടെ പൂർത്തീകരണം അവിടെ എത്തിച്ചേർന്നെങ്കിൽ മതിയാകൂ. സ്വന്തം റാഹേലിനെ സംബന്ധിച്ച് അങ്ങനെയാ ഇറങ്ങി തിരിച്ചത്, അങ്ങനെയാ വിളികെട്ടത്. പക്ഷേ സ്വന്തം ഈ യാത്രയിൽ കയ്യിൽ കരുതാൻ പാടില്ലാത്ത പലതും കരുതിയിരുന്നതിന്റെ പേരിൽ സ്വന്തം അവിടെ എത്തുന്നതിനേക്കാൾ മുമ്പ് വഴിക്ക് വെച്ച് ആള് അവസാനിച്ചു. സ്വന്തം പ്രസവത്തോടുകൂടെ ബേത്ത്ലേഹേമിലേക്ക് അടുക്കുന്നതിനേക്കാൾ മുമ്പ് എഫ്രാത്തെ കരികിൽ വെച്ച് റാഹേൽ മരണപ്പെട്ടു. സ്തോത്രം. ഞാൻ ആത്മീകമായിട്ട് ദൂത് പറയാം, പിതാവിന്റെ സന്നിധിയിലേക്കുള്ള ഈ ആത്മീക പ്രയാണത്തിൽ അരുതാത്തത് എന്തെങ്കിലും കൈവശം ഇരിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് ഹിതമില്ലാത്തത് എന്തെങ്കിലും നമ്മുടെ ഉള്ളത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഒരുപക്ഷെ കൂടത്തിന് യാത്ര നടന്നേക്കാം, എത്തേണ്ടിടത്തേക്ക് എത്താൻ പോയേക്കാം. അതുകൊണ്ട് സ്വർഗ്ഗം നമ്മൾ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചും കൃപകൾ പ്രാപിച്ചും അക്കരെ നമ്മൾ എത്തുമ്പോൾ അനാവശ്യമായി ഒന്നും നമ്മളെ ഇല്ലാതെ വന്ന്
ഇവിടെ വെച്ച് റാഹേൽ മരിക്കുന്ന സമയത്തും വാവിട്ട് നിലവിളിക്കുകയാണ്. അതാണ് ഇരിമ്യാവ് പറയുന്നത്. ഭയങ്കരമായി നിലവിളിക്കുന്നു. നിലവിളിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: റാഹേൽ റാമയിൽ ഭയങ്കര ശബ്ദം കരച്ചിൽ കേൾക്കുന്നു. സ്തോത്രം. പ്രവാചകൻ ആത്മാവിൽ കേൾക്കുകയാണ്. എന്നിട്ട് പറയുന്നു, റാഹേൽ മക്കളെ ചൊല്ലി കരയുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കരയുന്നു. യോസേഫ് ജനിച്ച് 14 വർഷങ്ങൾക്ക് ശേഷമാണ് ബെന്യാമീൻ ജനിക്കുന്നത്. യാക്കോബിന്റെ മക്കളിൽ ഈ 2 മക്കളെയാണ് സ്തോത്രം റാഹേൽ പ്രസവിച്ചിരിക്കുന്നത്, യോസേഫിനെയും ബെന്യാമിനെയും. സ്തോത്രം. 14 വയസ്സായതുകൊണ്ട് ബെന്യാമിനെ പ്രസവിക്കുമ്പോൾ യോസേഫിന്റെ സ്തോത്രം ഈ രണ്ടാമത്തെ മകനെ പ്രസവിക്കുന്ന സമയത്താണ് മരണം സംഭവിക്കുന്നത്. റാഹേലിന് മനസ്സിലായി യാത്ര അങ്ങേറ്റത്തേക്ക് എത്തത്തില്ല. ഇവിടെ അമ്മ ഉണ്ടായിട്ട് യാക്കോബിന് ഇത്രയും പ്രയാസം ഉണ്ടായെങ്കിൽ, സ്തോത്രം കേൾക്കൂ, അമ്മ ഉണ്ടായിട്ട് യാക്കോബ് യോസേഫ് ഇത്ര ഞെരുക്കത്തില കടന്നു വന്നതെങ്കിൽ ഇനി ഇവിടെ വെച്ച് മരിച്ചാൽ ബെന്യാമീനെ ആര് വളർത്തും, ബെന്യാമീന്റെ കാര്യം എന്തായിത്തീരും എന്നോർത്ത് ദുഃഖത്തോടുകൂടി തലമുറയ്ക്ക് വേണ്ടി വാവിട്ട് നിലവിളിക്കുകയാണ് റാഹേൽ. സ്തോത്രം. ഇങ്ങനെ നിലവിളിക്കുമ്പോൾ സംഗതി ദൈവത്തിന്റെ സന്നിധാനത്തിൽ ജീവനിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഒരവസരത്തിനുണ്ട് ചോദിക്കുമ്പോൾ ദൈവം കർക്കശക്കാരനായിരിക്കാൻ അത് അനുവദിക്കാതെ ഇവിടെ വെച്ച് റാഹേൽ മരണപ്പെടുന്നു. പക്ഷെ ദൈവം ഒരു കാര്യം ചെയ്തു. കാര്യം ഇതാണ്. സ്തോത്രം. റാഹേലെ, കരയാതെ നിന്റെ കണ്ണിനെ അടക്കിക്കൊള്ളുക. സ്തോത്രം. അങ്ങനെ നമ്മൾ വായിച്ചാൽ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. എന്തെഴുതിയിരിക്കുന്ന വാക്കുകൾ വായിച്ചാട്ടെ. കരയാതെ. അടുത്തതിന് മോൾ എഴുതിയിരിക്കുന്നേ അരുളി ചെയ്യുന്നു, കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ മറക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. സ്തോത്രം. എന്റെ അർത്ഥം ഞാൻ പറയാം. കേൾക്കൂ, റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നു. അങ്ങനെ കരയുന്ന സമയത്ത് ദൈവം ഒരു ഗ്യാരണ്ടി കൊടുത്തു. നീ കരയുന്നത് നിന്റെ മകനെ ആര് വളർത്തുമെന്ന് ഓർത്തല്ലേ, ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ വളരുമെന്ന് ഓർത്തല്ലേ, ഇവരുടെ ഭാവി എന്താകുമെന്ന് ഓർത്തല്ലേ. ആ കണ്ണുനീരിന്റെ പുറകിലെ ഭാരം ദൈവം ഏറ്റെടുത്തു. മനസ്സിലായോ? കരയുമ്പോൾ കൂടെ കരയാൻ ഒരുപക്ഷെ കൂട്ട സഹോദരങ്ങൾ കണ്ടേക്കാം. നമ്മൾ കരയുമ്പോൾ സ്തോത്രം ആശ്വസിപ്പിക്കാൻ ആളുകൾ കണ്ടേക്കാം. കരയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾ വീർന്നണിഞ്ഞേക്കാം. പക്ഷെ കരച്ചിലിന്റെ പുറകിലെ ഭാരം ഏറ്റെടുപ്പാൻ ഇവിടുത്തെ ആർക്കും കഴിയില്ല. അതിന് കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ സ്വർഗ്ഗസ്ഥനായ ദൈവം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പറയാം, ഒരുപക്ഷെ ദൈവദാസന്മാർ നിന്റെ കൂടെ കരഞ്ഞേക്കാം, സഹവിശ്വാസികൾ കൂടെ കരഞ്ഞേക്കാം. നീ കരയുന്നത് കാണുമ്പോൾ കൂടെ കരയാൻ പലരും കണ്ടേക്കാം. കരയുന്നതിന്റെ ഭാരം ഏറ്റെടുപ്പാൻ ഇവിടെ ആർക്കും കഴിയാതിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ ദൈവം ഇന്ന് മഴക്കാലം ഈ പ്രാർത്ഥനയിൽ കരയുന്നവരോട് ദൈവത്തിന്റെ ആലോചന പറയുന്നു. നിന്റെ കരച്ചിലിന്റെ പുറകിലെ ഭാരം ഏറ്റെടുക്കുന്ന ഒരുവൻ ഇന്ന് മഴക്കാലം നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അവൻ ഭാരം ഏറ്റെടുത്താൽ, നമ്മുടെ ദൈവം ഭാരം ഏറ്റെടുത്താൽ, കണ്ണുനീരിന്റെ പുറകിൽ ഒരു ഭാരമുണ്ടെങ്കിൽ അത് ഏറ്റെടുത്താൽ, സ്വർഗ്ഗം അത് ഏറ്റെടുത്താൽ നിന്റെ കണ്ണുനീരിന്റെ പ്രതിഫലം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്, നിശ്ചയമാണ്. കരങ്ങളിലൊക്കെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കരയാതെ നിന്റെ സ്തോത്ര ശബ്ദത്തെയും കണ്ണുനീർ മറക്കാതെ നിന്റെ കണ്ണിനെയും അടക്കിക്കൊള്ളുക എന്ന് പറഞ്ഞത് മഹാദൈവമാണ്. ഞാൻ ആത്മാവിൽ പിന്നെ നിങ്ങൾ ഓർപ്പിക്കാം, കരയുന്നതിന്റെ പുറകിലെ ഭാരം ഏറ്റെടുക്കുന്ന ദൈവം നമ്മുടെ നടുവിനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യേശു നമ്മുടെ കരച്ചിലിന്റെ പുറകിലെ ഭാരം ഏറ്റെടുത്താൽ അത് ഗ്യാരണ്ടിയാ, ഉറപ്പാണ്. സ്തോത്രം. ദൈവം പറഞ്ഞു, സ്തോത്രം, നീ കരയണ്ട, കണ്ണടച്ചു. സ്തോത്രം. ശബ്ദമടക്കിക്കൂ. തിരിച്ചു വരവ് നടക്കുകയില്ല, കാരണം നിന്റെ കുറ്റം ഗുരുതരമാണ്. അതുകൊണ്ട് സ്തോത്രം, അങ്ങേ തലയിലേക്ക് എത്താൻ പറ്റിയല്ല. ഇങ്ങനെ ഈ തരുണത്തിൽ കിടക്കുമ്പോൾ ദൈവം പറഞ്ഞു, നീ കരയുന്നതിന്റെ പുറകിലെ ഭാരം എനിക്ക് മനസ്സിലായി. മക്കളെ ചൊല്ലി കരയുന്നു. നീ ഇല്ലാതെ അവരെങ്ങനെ വളരുമെന്നുള്ള ആശങ്ക. സ്തോത്രം. തലമുറയ്ക്ക് വേണ്ടി കരയുന്ന, ആവശ്യബോധത്തോടുകൂടി കരയുന്ന, ദൈവത്തിന്റെ പാദപീഠത്തിൽ കണ്ണുനീരൊഴുക്കുന്ന, വേദനപ്പെട്ട് നിലവിളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ദൈവം പറയുന്നു, കണ്ണുനീരിന്റെ പുറകിലെ ഭാരം ഈ ഉപവാസ പ്രാർത്ഥന ദൈവം ഏറ്റെടുക്കുകയാണ്. ഒരു മനുഷ്യരല്ല, ഒരു സഭയല്ല, ഒരു ആൾക്കൂട്ടമല്ല, ഒരു സംഘടനയല്ല. സ്വർഗസ്ഥനായ ദൈവം കണ്ണുനീരിന്റെ പുറകിലെ ഭാരം ഏറ്റെടുത്താൽ നിനക്ക് ധൈര്യമായി കണ്ണടക്കാം. സ്തോത്രം. നിനക്ക് ധൈര്യമായി സ്തോത്രം ദൈവസ്ഥനിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കാരണം നമ്മുടെ ഭാരം ഏറ്റെടുക്കുന്നവൻ മനുഷ്യനല്ല, സ്വർഗസ്ഥനായ ദൈവമാണ്. ഹല്ലേലൂയ. സഭയ്ക്ക് വേണ്ടി കരയുന്നുണ്ടോ? ഭാരങ്ങൾക്ക് വേണ്ടി കരയുന്നുണ്ടോ? അതിന്റെ പുറകിലെ ഭാരം ദൈവാത്മാവോട് പറയുന്നു, ഇന്ന് പാലക്കാൽ അവൻ ഏറ്റെടുക്കാൻ പോവുകയാണ്. മനുഷ്യന്റെ കയ്യിൽ വിട്ടുകൊടുക്കാതെ, വേറെ ആരുടെയും കയ്യിൽ ഏൽപ്പിക്കാതെ നിന്റെ കണ്ണുനീരിന്റെ പുറകിലെ ഭാരം സ്വർഗ്ഗത്തിലെ ദൈവം ഒപ്പിയെടുത്തിട്ട് പറയുന്നു, കരയണ്ട, നിന്റെ കണ്ണുനീരിന്റെ പുറകിലെ ഭാരം ഞാൻ ഏറ്റെടുക്കുകയാ. ഹല്ലേലൂയ.
ഇനി അവിടെ മുതൽ ഒരു വഴിത്തിരിവുണ്ടാകുക. കേൾക്കണേ, റാഹേല് മരിക്കുന്നു. പക്ഷെ മരിക്കാൻ നേരത്ത് ദൈവം ഒരു ഗ്യാരണ്ടി കൊടുത്തു, നീ കരയുന്നതിന്റെ പുറകിലെ ഭാരം നീ ഓർക്കണ്ട. സ്തോത്രം, ഞാൻ ആ ഭാരം ഏറ്റെടുക്കുകയാണ്. സ്തോത്രം, നിന്റെ മക്കളെ ഞാൻ മാനിച്ചേക്കാം, ഞാൻ നിന്റെ മക്കളെ ഉയർത്തിയേക്കാം, ഞാൻ നിന്റെ മക്കളെ ഓർത്തേക്കാം. ഇത് ദൈവമാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ നമ്മുടെ കാര്യം രക്ഷപ്പെട്ടു. സ്തോത്രം. തലമുറയുടെ കാര്യം, നമ്മൾ വെച്ചിരിക്കുന്ന വിഷയത്തിന്റെ കാര്യം, നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഭാരങ്ങൾ, ഇത് ഏറ്റെടുക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ നമ്മുടെ കാര്യത്തിന് ഭയങ്കരമായ മാറ്റം ഉണ്ടാവും. മനുഷ്യൻ ഏറ്റെടുക്കുന്നതിനേക്കാൾ 10,000 മടങ്ങ് ശക്തിയാണ്. സ്തോത്രം. നിങ്ങൾ ഓർത്ത് നോക്കുക. സ്തോത്രം. നമുക്ക് ആർക്കെങ്കിലും ഒരു ഷർട്ട് മേടിച്ചു തരാൻ വേണ്ടി തീരുമാനിച്ചെന്നിരിക്കട്ടെ. സ്തോത്രം. മേടിച്ചു തരുന്ന ആള്, സ്തോത്രം, നമ്മളെപ്പോ ഒരാളാണെങ്കിൽ നമ്മുടെ സമകാലികനായ അല്ലെങ്കിൽ നമ്മൾക്ക് സമതുല്യനായ ഒരാള്, സ്തോത്രം, മേടിച്ചു തരുവാണെങ്കിൽ ഒരു പക്ഷെ ഒരു 600 രൂപയുടെ 750 രൂപയുടെ പോട്ടെ 1000 രൂപയുടെ ഒരു ഷർട്ട് വാങ്ങിച്ചു തന്നേക്കാം. സ്തോത്രം. മേടിച്ചു തരുന്നയാൾ നമ്മളെപ്പോ ഒരാളാണെങ്കിൽ വാങ്ങിച്ചു തരുന്ന ഒരു 1000 റുപ്പീസ് അത്രയായിരിക്കും. ഇത് വാങ്ങിച്ചു തരുന്നയാള് ഒരു ശ്രേഷ്ഠനാണെങ്കിൽ നമുക്ക് 500 രൂപയുടെ ഷർട്ട് മതിയാണ്. പക്ഷെ വാങ്ങിച്ചു തരുന്നവൻ, ഗിഫ്റ്റ് തരുന്നവൻ ഉയർന്നവനാണെങ്കിൽ അവന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഷർട്ട് മേടിച്ചു തരും. സ്തോത്രം. ഇടുന്ന നമ്മൾ ബലഹീനരായിരിക്കാം, കുറഞ്ഞവരായിരിക്കാം. നമ്മൾ 300 രൂപ ഷർട്ട് ഇട്ട ശീലിച്ചിട്ടുണ്ടെങ്കിലും വാങ്ങിച്ചു തരുന്നവൻ ശ്രേഷ്ഠനാണെങ്കിൽ അവൻ വാങ്ങിച്ചു തരുന്നത് ഏറ്റവും കൂടിയതായിരിക്കും, ക്വാളിറ്റി ആയിരിക്കും. സ്തോത്രം. ഭാരം ഏറ്റെടുക്കുന്നത് ഉയർന്നവനാണെങ്കിൽ, സ്തോത്രം, അവന്റെ ചിന്തയ്ക്ക് തക്കവണ്ണമാണ് സ്വർഗത്തിലെ ദൈവം കാര്യങ്ങളെ നീക്കുന്നത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, സ്വർഗത്തിലെ ദൈവമാണ് ഈ ഉപവാസത്തിന്റെ പുറകിലെ ഭാരം ഏറ്റെടുക്കുന്നതെങ്കിൽ അതെങ്ങനെയെങ്കിലും തല്ലിക്കൂട്ടി തീർക്കാനല്ല ദൈവം നോക്കുന്നത്, എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാനല്ല ദൈവം നോക്കുന്നത്. സ്വർഗമാണ് ഇന്ന് പകരക്കാലം ഇവിടെ വെച്ച് നിന്റെ നൊമ്പരങ്ങൾ ഏറ്റെടുക്കുന്നതെങ്കിൽ അവന്റെ മഹത്വത്തിന് തക്കവണ്ണമാണ് നമ്മളെ അനുഗ്രഹിക്കാൻ തീരുമാനിക്കുന്നത്. ദൈവം ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ഗ്യാരണ്ടീഡ് ആണ്, ഏറ്റവും ഉയർന്നതാണ്. 2 മക്കളുടെ കാര്യമാണ്. റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു. സ്തോത്രം. അവളുടെ 2 മക്കളാണ് യോസേഫും ബെന്യാമീനും. ഈ 2 മക്കളുടെ കാര്യം സ്വർഗത്തിലെ ദൈവം ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കരയാൻ ഒരു അമ്മയുണ്ടെങ്കിൽ, സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, പുറകിൽ നിന്ന് നിലവിളിക്കാൻ ഒരു അമ്മയുണ്ടെങ്കിൽ ഭാരം ഏറ്റെടുക്കാൻ ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവമാണെങ്കിൽ പിന്നെ നീ ആകുലപ്പെടേണ്ടി വരികയല്ല. ദൈവം മാനിക്കുന്നത് ചെറുതായിട്ടായിരിക്കില്ല, ഏറ്റവും ശ്രേഷ്ഠമായിട്ടായിരിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവിനെ കരം ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. 2 മക്കൾ. യോസേഫിനെ നിങ്ങൾക്കറിയാലോ, ദൈവം ഏറ്റെടുത്തവനാണ്. ശ്രദ്ധിച്ചു കേട്ടോണം ഇതുകൊണ്ട കാര്യങ്ങൾ. സ്തോത്രം. യോസേഫിനെ സ്വർഗസ്ഥനായ ദൈവമാണ് ഏറ്റെടുത്തത്. ഇത് അമ്മ റാഹേലിനുള്ള ഗ്യാരണ്ടിയാണ്. നീ കരയാതെ കണ്ണടച്ച് കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ ദൈവം ഏറ്റെടുത്തൊരു സന്തതിയാണ് യോസേഫ്. കണ്ണുനീരിന്റെ ഫലമായി, നിലവിളിയുടെ ഫലമായി സ്വർഗസ്ഥനായ ദൈവം കൈയേറ്റതാണ് യോസേഫിനെ. വീണ്ടും ഞാൻ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നു, ഈ ഉപവാസത്തിൽ നിങ്ങൾക്കൊരു വിഷയമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധാനത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ച് പാദപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന പക്ഷം സ്വർഗസ്ഥനായ ദൈവം ആ വിഷയം അങ്ങ് ഏറ്റെടുത്താൽ നാളെ അത് രംഗത്ത് വരുന്നത് 5 കൊല്ലം കഴിയുമ്പോൾ, 2 കൊല്ലം കഴിയുമ്പോൾ, ഒരു 3 വർഷം കഴിയുമ്പോൾ നീ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവം ഏറ്റെടുത്താൽ അത് പുറത്തു വരുന്നത് ലോകത്തെ ആശ്ചര്യപ്പെടുത്തുന്ന, കൂടെ വളർന്നവരെക്കാൾ, കൂടെ ഉള്ളവരെക്കാൾ, സഹപാഠികളെക്കാൾ, സഹോദരങ്ങളെക്കാൾ, കസിൻ ബ്രദേഴ്സിനേക്കാൾ, നിന്റെ സഹോദരി പുത്രന്മാരെക്കാൾ എല്ലാവരെക്കാൾ ശ്രേഷ്ഠമായി പുറത്തു കൊണ്ടുവരും. അതിന് ഇന്നിവിടെ അടിസ്ഥാനമാണ് ദൈവത്തെ കാര്യം ഫലമേൽപ്പിക്കണം. ഹല്ലേലൂയ. ദൈവം ഏറ്റെടുക്കത്തക്ക രീതിയിൽ നമ്മുടെ കാര്യങ്ങളെ വിട്ടുകൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. റാഹേലിന്റെ നിലവിളിക്കിടയിൽ ദൈവം പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ സ്വർഗം ഏറ്റെടുത്ത 2 പിള്ളേരാണ് യോസേഫും ബെന്യാമീൻ. സ്തോത്രം. യോസേഫിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. പ്രതികൂലങ്ങളും കഷ്ടതകളും ഒരു വിൽപ്പന ചരക്ക് പോലെ പലപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ കയറി ഇറങ്ങിയെങ്കിലും സ്വർഗസ്ഥനായ ദൈവം ചെന്നിടത്തൊന്നും അടിമ വസ്ത്രം ധരിക്കുമ്പോഴും യജമാനനായിട്ടാണ് നിൽക്കുന്നത്. ചില്ലറ വെള്ളിക്കാശിന് പൊത്തിഫേറിന്റെ ഭവനത്തിലേക്ക് വിൽപ്പക്കപ്പെട്ട് ഒരു വിൽപ്പന ചരക്കായിട്ടാണ് അവൻ പൊത്തിഫേറിന്റെ വീട്ടിൽ വന്നതെങ്കിലും ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, പൊത്തിഫേറിന്റെ വീട്ടിൽ സകലത്തിനും അവനെ യജമാനനാക്കി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കുറെ കഴിഞ്ഞപ്പോൾ സാഹചര്യങ്ങൾ വീണ്ടും ദൈവം ഏറ്റെടുത്തവനെതിരെ ശക്തമായ പോരാട്ടം കണ്ടേക്കാം. കേൾക്കുന്നു നിങ്ങൾ? സ്വർഗസ്ഥ
ജീവനായ ദൈവം ഏറ്റെടുത്തവന് വിരോധമായി ദൈവമായിട്ടുള്ള ആശയ സംഘടനത്തിൽ അന്ധകാര ശക്തികൾ അവനെ പരസ്യഘോലമാക്കാൻ, അവനെ സ്തോത്രം നിർവിചാരിയാക്കി കളയാൻ, അവനെ ഒരു അപമാന വിഷയമാക്കി തീർക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം അന്ധകാരത്തിലെ ശക്തികൾ ചെയ്തെന്ന് വന്നാലും സ്വർഗം ഏറ്റെടുത്തവനെ തോൽപ്പിക്കാനും അവനെ തലകുനിപ്പിക്കുവാനും ഇവിടത്തെ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് എത്രയോ ചരിത്രങ്ങൾ തെളിയിച്ചതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭയെ സ്വർഗത്തിലെ ദൈവമാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ ഇതിന് ചുറ്റും ദുഷ്ട സംഘടനകൾ വാടകോരിയാലും ഇതിന് വിരോധമായി 100 പരാതികൾ പോയാലും ദൈവം ഏറ്റെടുത്തൊരു സഭയാണെങ്കിൽ ഇതിനെ വളച്ചു നിർത്താനോ തലകുനിക്കാനോ ഇതിനെ ഉടച്ചു കളയാനോ വീഴ്ച കളയാനോ ആർക്കും കഴിയാതെ വണ്ണോ പണിതെടുക്കുന്ന ദൈവത്തിന്റെ കൃപ നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്ന വിവരം ഇതിനകത്ത് എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ഇത് നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവം സമൂഹമാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച കർത്താവിനെ മുഖം നോക്കാൻ വേണ്ടി മനസ്സ് വെച്ച നിന്നെയും നിന്റെ കുടുംബത്തെയും ഒരു സംഘടനയല്ല ഏറ്റെടുത്തത്, സ്വർഗത്തിലെ ദൈവമാണ് ഏറ്റെടുത്തത്. എത്ര പേർക്ക് വിശ്വാസമുണ്ടെന്ന് പകരക്കാലം വന്നതൊരു സമൂഹത്തിലേക്കായിരിക്കാം. നമുക്ക് വീടില്ല, സ്തോത്രം, മക്കളുടെ വിദ്യാഭ്യാസം, കുഞ്ഞുങ്ങളുടെ വിവാഹം, സാമ്പത്തിക ഞെരുക്കൽ, കടഭാരം, മുന്നോട്ടുള്ള ഗമനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട്, ചികിത്സയ്ക്കുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ കണ്ടേക്കാം. ഇതൊക്കെ വന്നാലും മനസ്സിനകത്ത് തോന്നേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്നു, എന്നെ ഏറ്റെടുത്തതൊരു മനുഷ്യനല്ല, എന്നെ ഏറ്റെടുത്തതൊരു ദൈവമാണ്. പത്മോസിന്റെ ഏകാന്തതയിൽ ഒറ്റയ്ക്ക് കിടന്ന് കരയുന്ന യോഹന്നാനെ പോലെ ചാർച്ചക്കാരും കുടുംബക്കാരും വീട്ടിലേക്ക് കയറി വരാതെ ഒറ്റപ്പെട്ട് കിടന്ന് കരയുമ്പോൾ എന്നെ ഏറ്റെടുത്തതൊരു മനുഷ്യനല്ല, എന്നെ ഏറ്റെടുത്തത് ദൈവമായിരിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. കണ്ണുനീരിന്റെ പുറകിലെ ഭാരങ്ങൾ അറിഞ്ഞ് എന്റെ കൂടെ വരിക എന്ന് പറഞ്ഞത് ഒരു ദൈവദാസനല്ല, എന്നെ ഏറ്റെടുത്ത് അവനെ വിട്ട് വിളിപ്പിച്ചതെങ്കിലും ഏറ്റെടുത്തത് ദൈവമായിരിക്കുക. നിന്റെ തല കുലിക്കാൻ നോക്ക്,